Hello everyone, welcome to Samsa Wellness. Today we can discuss omega fatty acids. ഇന്ന് നമുക്ക് omega fatty acidsനെ കുറിച്ച് പറയാം. omega fatty acids എന്ന് പറഞ്ഞാൽ healthy fats ആണ്. അതായത് poly unsaturated fats. പല വിഭാഗത്തിൽപ്പെട്ട omega fatty acids ഉണ്ട്. omega 3 fatty acids, omega 6 fatty acids and omega 9 fatty acids. omega 9 fatty acids നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അവോക്കാഡോ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ എത്തുന്നുണ്ട്. ഒമേഗ 6ഉം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഒമേഗ 6 എന്ന് പറഞ്ഞാൽ അറോക്കിഡോണിക് ആസിഡും ലിനോലിക് ആസിഡും ഒക്കെയാണ്. അവയും പ്ലാന്റ് സോഴ്സിലൂടെ നമ്മൾ കഴിക്കുന്ന നട്ട്സ് ആൻഡ് സീഡ്സിലൂടെ എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അധികമായാൽ ദോഷവുമുണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. പക്ഷെ ഒമേഗ 6 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് വേറൊരു പഠനമുണ്ട്. അത് ഓവറായിട്ട് കഴിക്കരുത്. അപ്പം നമ്മൾ വേണ്ടതിലധികം നട്ട്സ്, ഒരുപാട് നട്ട്സും ഒരുപാട് സീഡ്സും ആവശ്യത്തിലധികം കഴിച്ചാൽ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസ്, അവയിലെല്ലാം ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ആവശ്യത്തിലധികം ഉപയോഗിക്കുകയാണെങ്കിൽ ചില പഠനങ്ങൾ കാണിക്കുന്നത് ചില ക്യാൻസർ റിസ്ക് ഇൻക്രീസ് ചെയ്യും എന്നാണ്. അതിനെക്കുറിച്ച് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള പഠനം ഇല്ല. ചിലത് സപ്പോർട്ട് ചെയ്യുന്നു, ചിലത് അങ്ങനെ ഇല്ല എന്നും പറയുന്നുണ്ട്. എങ്കിലും ഓവറായിട്ട് ഒമേഗ 6 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരുപാട് വെജിറ്റബിൾ സീഡ് ഓയിൽസ് ഉപയോഗിക്കാതിരിക്കാം. ഓക്കെ, പിന്നെ അത് മിതമായിട്ട് നമുക്ക് ആവശ്യമാണ് താനും. ഓക്കെ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒമേഗ 6 ഫാറ്റി ആസിഡ്സും. ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ടു ഒമേഗ 3 ഫാറ്റി ആസിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:1 ആണ്. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് മെഷർ ചെയ്യുന്നൊരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് പ്രകാരം ഓപ്റ്റിമൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ ഇൻഡെക്സ് നോക്കിയാൽ അത് നമുക്കൊരു 8% കൂടുതൽ വേണം. ആ ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള ജാപ്പനീസിലാണ്, ജപ്പാൻകാരിൽ. ജാപ്പനീസിലൊക്കെ കൂടാനുള്ള കാര്യം അവർ നന്നായിട്ട് കടൽ മത്സ്യങ്ങളെ കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കും അത് ശീലമാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഒമേഗ ഫാറ്റി ആസിഡ് കൂടുമ്പം അതിനനുസരിച്ച് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടും. ജാപ്പനീസ് ആളുകൾ ഇതിനൊക്കെ പേരുകേട്ട ആൾക്കാരാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഹെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുക്സ് അതിനെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആരോഗ്യസ്ഥിതി അവർ അച്ചീവ് ചെയ്തതാണ്, അല്ലാതെ അവർക്ക് തനിയെ കിട്ടിയതൊന്നുമല്ല, ഒരു ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയൊരു സംഭവമല്ല. നമുക്കറിയാം ജപ്പാൻ ഒരുപാട് തകർന്നു പോയ രാജ്യമാണ്. അവിടെ നിന്നും അവരവരുടെ ശരിയായ ചിട്ടയായ ജീവിതശൈലിയിലൂടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ ജീവിതശൈലി ഡയറ്റ് മാത്രമല്ല, അവർ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ക്രിയേറ്റീവ് പെർസ്യൂട്ട്സും അതിൽ വരും. അതായത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഹോബീസ്. ഇക്കിഗായ് എന്നൊരു പുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ ബ്ലൂ സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജാപ്പാനുമായിട്ട് റിലേറ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നല്ല, അതിൻ്റെ ഈ ഒരു ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ ഇൻഡെക്സ് ജാപ്പാനീസിൽ കൂടാനുള്ള കാരണം അവരുടെ ചിട്ടയായ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അവർ പ്ലാന്റ് സോഴ്സ് ഒന്നും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഷും കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടാൻ കാരണം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും 3 തരത്തിലുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ALA, EPA, DHA എന്നീ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, നമുക്ക് തരം തിരിക്കാം. അതിൽ ALA എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമുക്ക് പ്ലാന്റ് സോഴ്സ് നിന്ന് കിട്ടുന്നവയാണ്. അതായത് ഫ്ലാക്സ് സീഡ്സിനും ചിയ സീഡ്സിനും എല്ലാം കിട്ടുന്നതാണ് ALA. അപ്പോൾ അതുപോലെ തന്നെ സോയാബീനിലും ഉണ്ട്. മറ്റേത് EPA അഥവാ DHA, EPA ആൻഡ് DHA, അവ നമുക്ക് കിട്ടുന്നത് ഫിഷ് ഓയിൽസ് എന്നൊക്കെയാണ്. പിന്നെ ആൽഗയിൽ നിന്നും. സത്യത്തിൽ നമ്മുടെ ഫിഷിന് തന്നെ ഇത് കിട്ടുന്നത് ആൽഗയിൽ നിന്നാണ്. മറൈൻ ആൽഗെ, കടലിൽ ജീവിക്കുന്ന ആൽഗകളിൽ നിന്നാണ് ഫിഷിലേക്ക് എത്തിച്ചേരുന്നത്. ഫിഷ് അവ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഫിഷിന് കിട്ടുന്നത്, ഫിഷിൽ നിന്ന് നമ്മളിലേക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ കടൽ മത്സ്യങ്ങളിലാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, EPAയും DHAയും ലഭ്യമാകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇവയുടെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. ഒരുപാട് ഗുണങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനുണ്ട്. ആദ്യം നമുക്ക് ഒമേഗ 3യുടെ കാര്യം പറയാം. കൂടുതലായിട്ടും അറിയേണ്ടത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മനുഷ്യ ശരീരത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പല ആൾക്കാർക്കും ഇന്നത്തെ കാലത്ത് കുറയുന്നുണ്ട്. അത് കുറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആക്ഷൻ, ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ എവിടേക്കാണുള്ളത് നോക്കാം. ഹൃദയത്തിൽ, ബ്രെയിനിൽ, നമ്മുടെ കണ്ണുകളിൽ, അതുപോലെ ഗർഭാവസ്ഥയിലുള്ള ശിശുക്കളാണെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റിലും ഒക്കെ ഒമേഗ ഫാറ്റി ആസിഡ് വളരെ ക്രൂഷ്യലായിട്ട്, വളരെ നിർണായകമായിട്ട് ആവശ്യമുള്ള വസ്തുവാണ്, ന്യൂട്രിയൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മുടെ
മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിപ്രഷൻ കുറയ്ക്കാനെല്ലാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും മനുഷ്യൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൻ്റെ ഹെൽത്തിന്, ശരീരത്തിൻ്റെ മൊത്തം ഹെൽത്തിനും ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഒരു എസ്തെറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയറിൻ്റെ ബ്യൂട്ടിക്കും വളരെ അത്യാവശ്യമാണ്. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പൊട്ടൻഷ്യലുള്ള ന്യൂട്രിയൻ്റ് ആണ്. പ്രത്യേകിച്ചും സ്കിന്നിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് തടയുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സിന് സാധിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗുണങ്ങളിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. എന്ന് വെച്ചാൽ TG അഥവാ ട്രൈഗ്ലിസറൈഡ്സ് അത് കുറയ്ക്കുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സിന് കഴിയും. ഒരു 15% TG കുറയ്ക്കുവാൻ കഴിയും ഒമേഗ ഫാറ്റി ആസിഡ്സിന്. അതുകൂടാതെ തന്നെ ഈ EPA DHA വിഭാഗത്തിൽപ്പെട്ട ഒമേഗ ഫാറ്റി ആസിഡ്, 3 തരത്തിലുള്ള ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. EPA DHA ALA. അത് ALA പ്രധാനമായിട്ടും പ്ലാന്റ് സോഴ്സിലാണ്. EPAയും DHAയും നമുക്ക് ഫിഷിൽ നിന്നുമാണ് മെയിൻലി കിട്ടുന്നത്. അതിൽ EPA DHA നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് കഴിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഊന്നി പറയുകയാണ് ഈ കാര്യത്തിൽ. നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ് കുറയ്ക്കണമെങ്കിൽ ഫിഷ് കഴിക്കണം. ALA EPA DHA ടൈപ്പ് ഒമേഗ ഫാറ്റി ആസിഡായി ശരീരത്തിൽ നിന്ന് മാറും. അതായത് ലിവറിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺവേർഷൻ നടക്കും. പക്ഷെ കുറഞ്ഞ എമൗണ്ടിലേ കിട്ടുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ഫിഷ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് EPAയും DHAയും വളരെയധികം തന്നെ സമൃദ്ധമായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രെയിൻ ഹെൽത്തിന് ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആദ്യം ഗർഭാവസ്ഥയിൽ തന്നെ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അപ്പോൾ അമ്മമാർ ഒമേഗ ഫാറ്റി ആസിഡ്സ് തീർച്ചയായിട്ടും കഴിക്കണം. അതടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഫിഷ് കഴിക്കണം, സീഡ്സ് കഴിക്കണം, നട്ട്സ് കഴിക്കണം. അപ്പോൾ അതുപോലെ തന്നെ സോയാബീനിലും ഇതടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും പ്രഗ്നൻസി സമയത്ത് അമ്മമാർ കഴിക്കേണ്ടതാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ അഡൾട്ടായി കഴിഞ്ഞാലും നമ്മളുടെ ബ്രെയിൻ ഗ്രോത്തിന് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, നമ്മുടെ ചിന്താശക്തി, മെമ്മറി, ഇവയൊക്കെ നിർണ്ണയിക്കുന്നത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ അൽഷൈമേഴ്സ് തടയാനുള്ള കഴിവ് ഒമേഗ ഫാറ്റി ആസിഡ്സിനുണ്ട്. നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി, നമ്മുടെ കോഗ്നിറ്റീവ് പവേഴ്സ്, ഇതൊക്കെ കോഗ്നിറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അപഗ്രഥിക്കുവാനുമുള്ള കഴിവിനെയാണ് കോഗ്നിറ്റീവ് പവർ എന്ന് പറയുക. ബ്രെയിനിൻ്റെ ആ പവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കെല്ലാം കാര്യങ്ങളും വളരെയധികം വ്യക്തതയോടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ഈ കോഗ്നിഷൻ എന്ന ഒരൊറ്റ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ എത്തിച്ചേരണം. പലരും അതിനെക്കുറിച്ച് അറിയാതെയാണെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ട്. ഫിഷ് കഴിക്കുന്നവർക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് എത്തുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾക്ക് ഒരു മന്ദതയോ നമുക്കൊരു ബുദ്ധിക്കുറവൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇവ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു ഡെപ്രിവേഷൻ എന്ന അവസ്ഥയിൽ, അതായത് കിട്ടാതാവുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾക്ക് അന്നേരം വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടും, നമ്മൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ശരിക്കും നടക്കുന്നത് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ടാണെന്ന് എല്ലാവരും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കഴിക്കുക. അപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് ബ്രെയിനിൻ്റെ ഫംഗ്ഷനിൽ, ഹാർട്ടിൻ്റെ ഫംഗ്ഷനിലും പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത് സ്കിന്നിൻ്റെ ഫംഗ്ഷനിൽ. അപ്പോൾ സ്കിൻ ആക്നെ പ്രോൺ ആണെങ്കിൽ, അതായത് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ടൈപ്പ് സ്കിൻ ആണെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. എല്ലാവർക്കും സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ ഒമേഗ ഫാറ്റി ആസിഡ്സ് നൽകുന്നുണ്ട്. അതായത് സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ. നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ലെയേഴ്സൊക്കെ നമുക്ക് സ്കിന്നിലേക്ക് അണുക്കൾ വരാതിരിക്കുവാനും സൂര്യാതപമേറ്റ് നമുക്ക് സ്കിന്നിൽ പ്രോബ്ലംസ് അധികമായി ഉണ്ടാവാതിരിക്കാനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത് സ്കിന്നിലെ ഫോസ്ഫോലിപ്പിഡ്സ് പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ്. ഇവയെല്ലാം നമുക്ക് ശരിക്കും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഈ ഫോസ്ഫോലിപ്പിഡ് ഉണ്ടാവണമെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ശരീരത്തിൽ എത്തിച്ചേരണം. കൂടാതെ ഒമേഗ ഫാറ്റി ആസിഡ്സിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. ഇൻഫ്ലമേഷൻ തടയുവാനുള്ള പ്രോപ്പർട്ടി. അതായത് സ്കിന്നിലൊരു മുഖക്കുരു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇൻഫ്ലമേഷനാണ്, ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതായത് മുഖക്കുരു എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ അതാദ്യം ഇൻഫ്ലെയിംഡ് ആയിട്ടൊരു റെഡ്നെസ് വരും, പിന്നെ പസ്റ്റ്യൂള വന്നിട്ട് പഴുപ്പാവും, അങ്ങനെയൊക്കെയാണ്. അതാണ് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ. അപ്പോൾ അത് തടയുവാൻ ഒമേഗ ഫാറ്റി ആസിഡുള്ള ഭക്ഷണം തീർച്ചയായിട്ടും ഉപകരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക.
പിന്നെ സ്കിന്നിൻ്റെ ഹെൽത്ത് അത് കൂടാതെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. കൊളാജൻ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഡീഗ്രഡേഷൻ സംഭവിക്കും നമുക്ക് ഏജിങ് വരുന്നതിനനുസരിച്ച്. അല്ലാതെ പല കാരണം കൊണ്ടും കൊളാജൻ ഡീഗ്രഡേഷൻ സംഭവിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒമേഗ ഫാറ്റി ആസിഡ് ശരീരത്തിൽ കുറഞ്ഞു പോവുക. അപ്പം ഈ കൊളാജൻ ഡീഗ്രഡേഷൻസ് തടയുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സിന് കഴിയും. അപ്പോൾ കൊളാജൻ ശരിക്ക് പ്രവർത്തിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, സ്കിന്നിൻ്റെ ഭംഗിയെല്ലാം നിലനിർത്താൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും ഏജിങ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വിഭാഗം, അതായത് 35-40+ അതിന് മുകളിലുള്ള എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒമേഗ ഫാറ്റി ആസിഡ്സ്. ബ്രെയിൻ ഹെൽത്ത്, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലാർ ഹെൽത്ത്, പിന്നെ സ്കിൻ ഹെൽത്ത്, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത്. അപ്പം മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒമേഗ ഫാറ്റി ആസിഡ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്ത് മെച്ചപ്പെടുത്തും. ഇൻഫ്ലമേഷൻ അവിടെയും തടയും. നമുക്ക് സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ വരാണെങ്കിൽ ഒരുപാട് ഡിസീസസ് വരാം. ഡാൻഡ്രഫ് വരാം, അതുപോലെ തന്നെ സിബോറിക് ഡെർമറ്റൈറ്റിസ് വരാം. അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മുടെ സ്കാൽപ്പ് സ്കിന്നിൽ വന്നാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെ മുടിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പ്രത്യേക കഴിവുണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സിനും. അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ നട്ട്സ് എല്ലാം കഴിച്ചാൽ മതി. പിന്നെ കൂടാതെ ഫിഷും കഴിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ: സ്കിൻ ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത്, കാർഡിയോവാസ്കുലാർ ഹെൽത്ത്, പിന്നെ ഐ ഹെൽത്ത്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ചും ഏജിങ് എത്തുമ്പോൾ നമുക്ക് മാക്കുലാർ ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. അത് തടയുവാൻ ഒമേഗ ഫാറ്റി ആസിഡിന് സാധിക്കും. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു തരം വാദമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അവ ഉള്ളവർക്ക് വളരെയധികം ജോയിന്റ് പെയിൻ ഉണ്ടാവും, സ്റ്റിഫ്നെസ് അനുഭവപ്പെടും. ഇത് രണ്ടും കുറയ്ക്കുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സാധിക്കും. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അതിനുണ്ട്. ജോയിന്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. മത്തി, അയല അങ്ങനത്തെയുള്ള മീൻ കഴിക്കാം. ചിയാ സീഡ്സ്, നട്ട്സ് എല്ലാം കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ശമനം ഉണ്ടാകും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒമേഗ ഫാറ്റി ആസിഡ്സ് മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആങ്സൈറ്റി കുറയ്ക്കുവാനും അതുപോലെ തന്നെ ഡിപ്രഷൻ കുറയ്ക്കുവാനും വിഷാദം വരാതിരിക്കുവാനൊക്കെ ഒമേഗ ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ അതുപോലെ തന്നെ മെൻ്റൽ ഫങ്ഷനും വളരെയധികം ഇൻറ്റർ റിലേറ്റഡ് ആണ്. കാരണം ഇവയെല്ലാം നിർണ്ണയിക്കുന്നത് ബേസിക്കലി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പം ബ്രെയിൻ ഹെൽത്ത് മെച്ചപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തും മെച്ചപ്പെടും. അപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ ഒരു അസുഖം ഉള്ള ആൾക്കാർക്ക്, അതായത് ഒരു കണ്ടീഷനാണ് ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ. അതിന് ഒരുപാട് ഗ്രേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പല ഘട്ടങ്ങളിൽ നമുക്ക് ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം. അതൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണവും വരാം. അങ്ങനെയാണെങ്കിലും കൂടെയും ഒമേഗ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കൊരു ഉണർവ് വരാം. പിന്നെ ഇതൊരു അസുഖം എന്ന അവസ്ഥയിലേക്ക് മാറി ഒരു മേജർ ഡിപ്രഷനിലാണെങ്കിലും അലോങ് വിത്ത് മെഡിക്കേഷൻ നമ്മൾ ഇങ്ങനെയുള്ള ഡയറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാനെപ്പോഴും പേഷ്യൻസിൽ, ഞാൻ കുറേ നാൾ സൈക്കാട്രി ക്ലിനിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഡയറ്റ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വൈറ്റമിൻ ബി കോംപ്ലക്സ്, മെയിൻലി ബേസിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒമേഗ ഫാറ്റി ആസിഡുമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റ് ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഒരു ബാലൻസ് ഡയറ്റ് അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ്. അപ്പം പ്രത്യേകിച്ചും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പിസ്താഷ്യോ, അതായത് പിസ്ത, അതുപോലെ തന്നെ മറ്റു നട്ട്സ്, ചിയാ സീഡ്സ്, പിന്നെ ഫിഷ്. ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റായിട്ട് പറയൽ, അലോങ് വിത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ പേഷ്യൻറ്റിലും അതിൻ്റെതായ തീവ്രത നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ഒരു ഡയറ്റ് പ്ലസ് മെഡിക്കേഷൻ തീരുമാനിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഫിഷിലും ഈ ഒരു ഒമേഗ ഫാറ്റി ആസിഡ്സ് ഇല്ല. അതായത് കടൽ മത്സ്യങ്ങളായ സാർഡൈൻ, മാക്രൽ, സാമൺ, ഹെറിങ് ഇതിലൊക്കെയാണ് മെയിൻലി ഉള്ളത്. നമ്മുടെ മത്തി, അതിൽ നന്നായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. സാർഡൈൻ, ഓക്കെ, പിന്നെ നെത്തോലി, ഇതിലെല്ലാം നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലഭ്യമാണ്. പിന്നെ ഫിഷ് ഓയിൽ അഥവാ കോട്ട് ലിവർ ഓയിൽ വാങ്ങി കഴിച്ചാലും അതുപോലെ മീനെണ്ണ ഗുളികകൾ കഴിച്ചാലും നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് നമുക്ക് അഡൽട്ട് ആണെങ്കിൽ ഒരു 1000 മുതൽ 1500 മില്ലിഗ്രാം ഡെയിലി ആവശ്യമുണ്ട്. കുട്ടികളിൽ, സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, വലിയ കുട്ടികളിൽ അത് ഒരു 900 മുതൽ 1000 മില്ലിഗ്രാം വരെയാണ് ഒരു ദിവസം കഴിക്കേണ്ടത്.
ചെറിയ കുട്ടികൾ, ഇൻഫൻസ്, 1 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളിൽ 500 മില്ലിഗ്രാം ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് ശരീരത്തിൽ എത്തിച്ചേരണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒമേഗ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അവരുടെ ബെനിഫിറ്റ്സ് ഒന്നും കൂടെ പറയാം. ബ്രെയിൻ ഹെൽത്ത്, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തും, സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടുത്തും, ഹെയർ ഹെൽത്ത് മെച്ചപ്പെടുത്തും, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്തും. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ വേദന കുറയ്ക്കാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ് ഫോം ചെയ്യാൻ സെൽ മെംബ്രെയിൻസ്, കോശങ്ങളുടെ ഭിത്തി, അവയുടെ ഫോർമേഷന് ഈ ഒമേഗ ഫാറ്റി ആസിഡ് സഹായിക്കുന്നത്. നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ഇൻഫ്ലമേഷൻ തടയാന്നുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സകല വേദനകളും അതുപോലെ തന്നെ നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കൊരു ശരീരത്തിൽ ഏത് ഭാഗത്ത് ഇൻഫ്ലമേഷൻ വന്നാലും ബുദ്ധിമുട്ടാണ്. ഒമേഗ ഫാറ്റി ആസിഡ്സിന് അത് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഒമേഗ ഫാറ്റി ആസിഡിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ളത്. സയാംസർ വെൽനെസ്സിൻ്റെ മറ്റു വീഡിയോസും തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റ്സും ഒക്കെ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ടുഡേ ഡോക്ടർ സഞ്ജന ലിവിംഗ് ഓൺ എ പോസിറ്റീവ് നോട്ട്. കീപ് ഓൺ വാച്ചിങ്. ബൈ.